എന്താ പറയുക ദൈവമേ എനിക്കിന്റെ ഭാരത മുഴുവൻ എന്നെ ഞാൻ ചെറുപ്പക്കാരാണ് നിങ്ങൾക്ക് 20 വയസ്സായി എനിക്ക് 22 ഏറ്റവും കൂടുതൽ ചരിത്രങ്ങളിൽ 1000-ന് മുകളിൽ സംഗീതം നിർവഹിച്ചത് ലോകത്തിൽ അങ്ങ് മാത്രമാണ്. എങ്ങനെയാണ് വിഭിന്നങ്ങളായ ഇത്രയും പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്നത്? അതൊക്കെ ദൈവത്തിന് അതൊക്കെ എനിക്ക് അറിയില്ല. ഐ ആം സ്റ്റിൽ സ്റ്റുഡൻസ്. ഐ ആം യൂസിങ് മ്യൂസിക്. ഐ ആം ലേണിംഗ് മ്യൂസിക്. ഓക്കെ. നിങ്ങളുടെ പാട്ടുകളുടെ ശക്തി എന്നും അതിൽ ഈണങ്ങളുടെ എളിമയാണ്. അതുകൊണ്ടാണ് അങ്ങേ മല്ലിസൈ മന്നർ കിങ് ഓഫ് ലൈറ്റ് മ്യൂസിക് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇത് വന്ന് നോട്ട് ഓൺലി എം.എസ്. വിശ്വനാഥൻ, ഐ ആം സ്റ്റിൽ ബിഗിനർ. എൻ്റെ ടീം വർക്ക് ഉണ്ടല്ലോ, രചന എഴുതിയത്, അതിനെ കമ്പോസിങ്, അതിനെ പാടിയത്, അതിനെ വായിച്ചത്, അതിനെ നടിച്ചവർ, നിലയന്മാർ, പാടിയവർ, ഓർക്കസ്ട്ര, നിങ്ങളുടെ മതി രസികളൊക്കെ ചേർന്ന് എന്നെ ഉയർത്തി വേണം. മനസ്സിലായില്ല? അതുകൊണ്ട് വേറെ ഒന്നും ചോദിക്കാനില്ല. ഇറ്റ് ഈസ് ടീം വർക്ക്, നോട്ട് ഓൺലി വൺ മാൻ ഷോ. ഇത് വന്നിട്ട് എൻ്റെ തനി ചരിത്രമല്ല, എല്ലാവരും കൂടി ചെയ്യുന്ന ഒരു ഭംഗിയായ ഒരു ഉത്സവം എന്ന് പറയാം. എന്നെ പൊറുത്തവரைക്കും ഐ ആം ലേണിംഗ് സ്റ്റിൽ മ്യൂസിക് ലേണിംഗ്. സി ഓൾ ബിഗ് പീപ്പിൾസ് ഇൻ മലബാർ ആൻഡ് മലയാളം, കണ്ണൂർ ആൻഡ് ആന്ധ്ര സൈഡ്, തമിഴ് സൈഡ് എല്ലാം വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെയൊക്കെ ഞാൻ ശിഷ്യനായി വളർന്ന് ഗുരു മാതാപിതാക്കളെയൊക്കെ ദൈവമായി മറിച്ച് എന്നും നിങ്ങൾ മുന്നിൽ തിരിഞ്ഞുകൊണ്ടിരിക്കും. മാസ്റ്ററുടെ വരുന്നു, എൻ്റെ ദൈവമൊന്നുമില്ല, ദൈവത്തിൻ്റെ സഹായമുണ്ട്. P.B. Srinivas, S.B. Balu, T.M. Soundarajan, Sushila, everybody is singing very, 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 very sportive music. മനസ്സിലായില്ലേ? ജയചന്ദ്രൻ എല്ലാവരും കാരണം അവർക്ക് എന്ത് വരും, അവരുടെ ഉച്ചയ്ക്ക് അവരുടെ വായന എന്ത് കിട്ടും നമുക്ക് അതിലധികം എൻ്റെ ജോലി. അവരെല്ലാം കൂട്ടി ചെയ്യുന്ന ടീം വർക്ക്. ശ്രീകുമാരൻ രചന പറഞ്ഞത് ഓയിൽ കുറുപ്പ്, പിന്നെ വന്നിട്ട് നമ്മുടെ വൈകാവർമ്മ, അയാളുടെ മകൻ വിശ്വ തിരുമല, എല്ലാവരും എൻ്റെ കൂടെ ജോലി ചെയ്തതാണ്. ഞങ്ങളൊക്കെ അവരുടെ കൂടെ, അതായത് പൂടെ ചെയ്യുന്ന നാറുമണക്കം പോയി, എന്താ പറയുക തമ്മിൽ പൂടെ ചെയ്യുന്ന നാറുമണക്കം ചെയ്യുന്ന, അതായത് പൂവിന്റെ കൂടെ അതിന്റെ തണ്ട് മൂടിയിട്ട് മണക്കുന്ന പൂവിനോട് ചേർന്ന് എക്സാജുറേഷൻ ഞാൻ അതിയായി പറയല്ല. മലയാളത്തിൽ സംഗീതം നിർവഹിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പഴയ പാട്ടുകളുടെ ഈണമാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അങ്ങ് മലയാളത്തിൽ പുതിയ ഈണങ്ങളാണ് ഉപയോഗിച്ചത്. ഞാൻ പറയട്ടെ, പുതുസ് പഴസ് വലിയത് ചെറിയത് എന്നിട്ട് മ്യൂസിക്. അതായത് നല്ല രചന, അതിന് തകുന്ന മാതിരി സംഗീതം, അതിന് തകുന്ന മാതിരി വോയിസ്, അതിന് തകുന്ന മാതിരി സബ്ജക്റ്റ്, അങ്ങനെ ഒരു പൊற்காலம் നല്ല ഗോൾഡൻ ഡേയ്സ് ആ പീരീഡ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ അത് ഇന്ന് കഴിഞ്ഞ് ഞാൻ ദൈവകടാക്ഷമുണ്ട്, ഞാൻ കടപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഒരുപാട് കാര്യമൊന്നും എൻ്റെ കയ്യിലൊന്നുമില്ല. ഇറ്റ് ഈസ് വെരി ഫാക്ട്, ഇവിടെ സത്യമാണ്. കണ്ണദാസൻ ഈസ് മൈ വെരി വെരി ക്ലോസ്. കണ്ണദാസൻ, എൻ്റെ അമ്മ, ഇവരൊക്കെ മരിച്ച സമയത്ത് എം.ജി.ആർ പറയായി കഴിയും, വിശ്വനാഥ പാത്രം പോകാൻ എല്ലാവരും സൂസൈഡ് പണി പോകണം, അങ്ങനെ ഒരു വിശ്വാസമാണ്. എല്ലാവരും മലയാളത്തിലാകട്ടെ, തമിഴാകട്ടെ, തെലുങ്കിലാകട്ടെ, ഹിന്ദിയിലാകട്ടെ, ഓൾ റൈറ്റേഴ്സ്, നൗഷാദ് അലി ആൻഡ് R.D. Burman, S.D. Burman, Anganji Kishan, Kalyanji Anji, we are very close to me. അവരുടെ എന്തൊക്കെയോ പഠിക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോ ദാറ്റ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയും, ബട്ട് ഓൾവേസ് ഗോൾഡ് ഈസ് ഗോൾഡ്. എന്തായാലും എവിടെ പറഞ്ഞറിയോ, ഇപ്പോൾ കൂടി ആ ഗാനം രചനയുണ്ടല്ലോ, സാഹിത്യം, അതിന് തകർന്നുമാതിരി മ്യൂസിക്, അതിന് തകർന്നുമാതിരി നമ്മുടെ പഴമ മാറാതെ പുതുമൈ, அப்படி என்ன சொல்றது? അതായത് പുതിയ എന്നും പുതിയത് ആ പഴയ വേണം. ക്ലാസിക്കൽ കർണാടക മ്യൂസിക് വെരി 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 ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ സെക്ഷൻ. ഞാൻ കർണാടക മ്യൂസിക്, ഇംഗ്ലീഷ് മ്യൂസിക്, ഹിന്ദുസ്ഥാൻ മ്യൂസിക് രസിക്കാൻ കാരണം എനിക്ക് അതിനുള്ള ഒരു കഴിവുണ്ട്. നമ്മുടെ മലയാള ഫോക്ക് സോങ്സ്,
തമിഴ് ഫോക്ക് സോങ്സ്, തെലുഗു എല്ലാം മ്യൂസിക് ഇസ് എ വേൾഡ്. അതായത് ഉലകത്തിൽ ഈ സംഗീതം എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു വലിയ ഗവനിക്കണം. ഓരോ ലൈഫിലും ഓരോരുത്തരും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കച്ചേരി ഞങ്ങൾ ചെയ്യാറുണ്ട്. ആ കച്ചേരി ചെയ്തപ്പോൾ കല്യാണ കച്ചേരി വേറെ ഗുണത്തിൽ കേട്ടോ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു 2 വർഷം നടന്ന സംഭവം. ഒരു ചിട്ട് വരണം, റസീർ എഴുതിച്ചു വെച്ചില്ലേ റസീർന്നാൽ അതുമായി ഒരു ചീട്ട് എന്താണ് അറിയുമോ? அன்புள்ள விஸ்வநாதன் அவர்களுக்கு பாலிற்கும் பழவிற்கும் என்ற பாடலை விரும்பி கேட்கிறேன். பாபனி என்ற படத்தில் 74 வயது கிழவி என் ஆசையை பூர்த்தி செய்தால் நினைவு வாழ்வார்கள். பாலிற்கும் ஒரு பாட்டு இருக்கலாம். ആ പാട്ട് വഴങ്ങുന്നത് ഒരു കിഴവി എഴുതിയിരിക്കുകയാണ്. ഞാൻ വയസ്സിൽ വലിയ വയസ്സ് എനിക്കൊരു എന്നെ അറിയാതെ ഒരു വകയിൽ വരും. ആ പ്രാക്ടീസ് ചെയ്ത് അപ്പം തന്നെ ആ പാട്ടിനെ ഞാനാണ് അമ്മയും പാടിയത് സുശീലയുടെ കൂടെ. ആ പാട്ട് പാടി ഉടനെ 2 കച്ചേരി പാട്ട് പിടിച്ചുകൊണ്ട് ഞാൻ വേഗം ഉണ്ണാൻ പോവുകയാണ്. റെസ്റ്റ് എടുക്കാൻ വേണ്ടി ടയർഡായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്ത്രീ കത്തി നോക്കുമ്പോൾ തലയിൽ ഉണ്ടാക്കുന്ന വീണ് മുട്ടപ്പാക്കിയിട്ടാണ്. അതായത് ബ്രാഹ്മൺ വെടി കണ്ണിൽ കടടിയിട്ട് കണ്ണിൽ വീഴുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു എന്തിനാ കരയാണ്? ഞാൻ തന്നെ ഞാൻ ചെയ്തു തന്നു, നീ പാടി സന്തോഷമുള്ള സന്തോഷം. ഞാൻ കരയുന്ന എന്തെങ്കിലും കരയുമ്പോൾ നിങ്ങൾ ഞാൻ നല്ലോണം പാടിയല്ലോ. അപ്പോൾ മറുപടി വീണ്ടും കരയണം. വീണ്ടും കരയുമ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടെങ്കിൽ ഞങ്ങൾ ചോറിട്ട് കിടക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ ആശയം ഞാൻ പൂർത്തി ചെയ്തു പോകാം. 64 ഇത് 70 കഴിഞ്ഞ് ഇത് 3 കൊല്ലത്തിൽ നടന്ന വിഷയം. നിങ്ങൾ എത്ര പറഞ്ഞ് ഞാൻ ഉറങ്ങാൻ സാധിക്കില്ല പറയുമ്പോൾ. ഈ പാട്ട് നിങ്ങൾ എപ്പോൾ റിലീസ് ചെയ്തു? അതായത് ഈ പാട്ടിന് വയസ്സെന്തറിയോ? ഒരു 52 വയസ്സുണ്ടാവും. അവിടെ കമ്പോസ് ചെയ്ത പാട്ട്. ഈ പാട്ട് നിങ്ങൾ എപ്പോൾ കമ്പോസ് ചെയ്തോ അത് മുതൽ അപ്പോൾ റിലീസായ റെക്കോർഡിൽ നിന്ന് ഞാനും എൻ്റെ ഭർത്താവും ഇത് പുതിയ കേട്ടിട്ട് 2 മണിക്കേ കിടക്കുള്ളൂ. ഇപ്പോൾ എൻ്റെ ഭർത്താവില്ല. ശരി, അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പാടാൻ പറ്റാൻ ഇങ്ങനെയുള്ള പാടലാണ് ആ കാലത്തിൽ ഈ കാലത്ത് വേണ്ടിയിട്ടുണ്ട്. ഒരു വീട്ടിൽ ഞാനും എൻ്റെ വൈഫ് പോയപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരുന്ന ചത്ത വിട്ടു, മരിച്ച വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തേർക്കാട് എനിക്കൊരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ആ പാടി 51 വലിയ ഫാമിലിയാണ്. അവര് ഞാൻ ചീത്ത പറഞ്ഞു വേറെ എന്താണ് ഈ പാട്ടിട്ടോണ്ടിരുന്ന അവസ്ഥയ്ക്ക്. അപ്പോൾ അവൻ പറഞ്ഞു വേറെ ഒരു വിട്ട് വേറെ വേണം, ചത്ത വിട്ടത് ചെയ്യാൻ പാടില്ല, അമ്മ മുത്തശ്ശി മരിച്ചിരിക്കുന്ന ചെയ്യണം. അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ മുത്തശ്ശി പറഞ്ഞിട്ട് ചത്തു. വിശ്വനാഥൻ കണ്ണാസിനിക്കാരുന്ന പാട്ടുകൾ 6 മണി അത് ചട്ടിച്ചുട്ടുള്ള വീട് പറയുന്നത് ഇങ്ങനെ ഒരു തത്വ പാടത്തിട്ട് പടത്തിൽ ജയിക്കുന്നതാണ്. അതാണ് പാട്ടിൻ്റെ ലൈഫ് ഈസ് മ്യൂസിക്. ഞാൻ ഈ അടുത്ത കാലത്തെ ഈ തമിഴ് പാട്ടുകൾ കേൾക്കുന്ന ഒരു ഇതിൽ കേട്ടപ്പോൾ പഴയ ഒരു പാട്ട് പാറ്റവലൈ എന്ന് പറയുന്ന പാട്ടിലെ ആ പാട്ട് അൻപിനാലെ ഉണ്ടാകും ഇன்பമല്ലി, ആ പാട്ട് എനിക്ക് എന്നും കേൾക്കണമെന്ന് തോന്നുന്നു. അത് കേട്ടില്ലെങ്കിൽ ഉറക്കം വരാത്തത്. അപ്പൊ അതെങ്ങനെയാണ് ആ പാട്ടിന്റെ സംഭവം? ഫസ്റ്റ് ലിറിക്കിൻ്റെ ചില ഞാൻ മിക്കവാറും നിങ്ങൾ കേൾക്കുന്ന പാട്ടുകളൊക്കെ എങ്ങനെ വന്നത് വെച്ചാൽ ആദ്യം സാഹിത്യം. വയനാട് വന്നിട്ട് കണ്ണദാസന്മാരെ എനിക്ക് വലിയ സ്നേഹമുള്ള മനുഷ്യനാണ്. അയാളൊരു പാട്ട് ഞാൻ കൊടുത്തു, മെട്ടിൻ്റെ ട്യൂൺ ഇട്ട് കൊടുത്തപ്പോൾ അയാൾ വന്ന് എടുത്ത് പറഞ്ഞു എൻ്റെ മെട്ടിന് എൻ്റെ വാർത്തകൾ ചെയ്യാവുന്നില്ല, ഞാനൊരു പാട്ട് തരാൻ മെട്ടിടുന്നത്. അപ്പം ഞാനൊട്ട് മെട്ടിലായി പാട്ട് ചെയ്യില്ല. ആ പാട്ടാണ് കണ്ണുനീർ സൂര്യ സ്ത്രീകളോട് വെച്ച് അവർ പറഞ്ഞു. അത് പാടിച്ചു. ആ പാട്ട് എഴുതിയതിന് ശേഷം അയാളോട് പറഞ്ഞു ഇത് നീ എന്നെ പാടണം, ധന്യവാദം ആരും പാടാത്തില്ല, നീ എന്നെ പാടണം. ഞാൻ പറഞ്ഞു മലയാളം മറന്നുപോയി തമിഴ് വന്നിട്ടില്ല എൻ്റെ സ്റ്റാൻഡേർഡ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വാർത്തകളൊക്കെ ശുദ്ധമായി ഞാൻ മലയാളം പോലെ മുത്തശ്ശിയെ അമ്മയെ കണ്ടു തന്നെ ഉത്തരവ് കേട്ടില്ല. പാടിച്ചു. പാട്ട് പാടി അക്ഷരങ്ങൾ എപ്പോഴും വന്നു. അപ്പോൾ എൻ്റെ അമ്മ 7 കുട്ടികളെ ഞാൻ പ്രസവിച്ചിട്ട് എൻ്റെ ഭാര്യയ്ക്ക്. ആ സമയത്ത് എൻ്റെ അമ്മ ഒരു കഴിവില്ലായിരുന്നു. അവിടെ നീ മലയാളി നോക്കിയിരിക്കാൻ മലയാളി പാടിനത് ചീത്തയായിരിക്കണം, പോയി മറുപടി വീണ്ടും പാടാതെ അക്ഷരങ്ങൾ ശരിയില്ല. അങ്ങനെ സ്റ്റിൽ വി ആർ ലേണിംഗ് ദ മ്യൂസിക് ആൻഡ് ലിറിക്. മലയാളം, തമിഴ് ഭാഷ, തെലുങ്ക് ഇതൊക്കെ ഭാഷയല്ല. ഞങ്ങൾക്ക് എന്താ ഭാഷ അറിയാം? ഭയങ്കരക്കാർക്ക് കാരി ഗാമ പാത ഈ 7 ഭാഷ ലാംഗ്വേജ്. അതുകൊണ്ട് എല്ലാവരുടെയും വെച്ചിട്ടും ആ ലിറിക്ക് അതിൻ്റെ ബ്യൂട്ടിഫുൾ ലിറിക്കിൻ്റെ തത്വങ്ങൾ
അതിന് അർത്ഥങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. മെട്ടി കൊടുത്തൊരു പാട്ട് എഴുതുന്നതിനാല് പാട്ട് എഴുതി വിട്ടിട്ടാൽ നിങ്ങൾക്ക് സ്റ്റാൻഡിങ് നമുക്ക് വയ്ക്കാം. അതാണ് നല്ലത്. ജനറേഷൻ വരണമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പിടിക്കാൻ പാടില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വിഷം പിടിക്കും, ചാതായിട്ട് ഞാൻ കൊടുക്കാൻ തുടങ്ങും. എനിക്കെന്ത് പിടിക്കാതെ കൊടുക്കാൻ പാടില്ല. എൻ്റെ പാട്ട് ഞാൻ സ്നേഹിച്ചു ചെയ്യുന്ന പാട്ട് പാടും. അങ്ങനെ ഒരു പയ്യൻ ചെയ്തു ഒരു കച്ചേരിയിൽ നടന്നുകൊണ്ടിരുമ്പോൾ പാണ്ടിച്ചേരി. ആ ചെക്കൻ ഒരു 2 വർഷം മുതൽ കച്ചേരി എല്ലാവരും പാടിക്കൊണ്ടിരിക്കണം. ആ പയ്യൻ പാടിക്കൊണ്ടിരിക്കണം. അവനെ ഒരു ചിട്ട് കൊടുക്കും, ചിട്ട് എഴുതി. അത് ആ ചെക്കൻ ചോദിച്ചു, ഞാൻ എടാ നീ ചീട്ട് വന്നിട്ട് ആരും എഴുതി തന്നു കാര്യം നീ ആയിട്ടുള്ളത് എല്ലാം എനിക്ക് പിടിച്ച പാടാണ്. അപ്പോൾ ഞാൻ ജനനോട് പറഞ്ഞു, അവർക്ക് എന്ത് വയസ്സെന്ന് ചോദിച്ചാൽ 18 വയസ്സാണ് ആ ചെക്കൻ. അവൻ 18 വയസ്സ് ചെക്കൻ 38 വയസ്സ് പാട്ടിനെ നീ എൻ്റെ കയ്യിൽ 38 കുളത്തിന് മുമ്പുണ്ടാക്കിയ പാട്ടത് നെഞ്ചുള്ള കാലത്ത് നിனைப்பதெல்லாம் മറந்து വിട്ടാൽ പാട്ട്. അപ്പോൾ ഇപ്പോഴത്തെ രസികർക്ക് അത് പിടിക്കും ഇത് പിടിക്കും നമ്മൾ കേൾക്കാൻ പാടില്ല. നല്ല മാറ്റർ നല്ല മീറ്റർ അങ്ങനെ ഈ പാർശ്വകലയിലെ ഒന്ന് അതിന്റെ ഓർമ്മ കാണും എനിക്ക് അൻപിനാലെ ഒരു ഭയങ്കര ഒരു പാട്ട് തന്നെയാണ്. പാട്ടും അതിന്റെ ആ ഫസ്റ്റ് ടൈറ്റിൽ സോങ് എന്ന് പറയുന്നത് അത് ഭയങ്കര അതിന്റെ മുമ്പേ ഉള്ള ഇൻസ്ട്രുമെന്റൽ ബിറ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര. അത് ആ സമയത്ത് അന്ന് ആ കാലത്ത് മോഡേൺ ആയി. ആ സമയത്ത് അങ്ങനെ പാട്ടില്ല. മോഡേൺ ഓൾഡ് മ്യൂസിക് ഇല്ല. മ്യൂസിക് ഇസ് മ്യൂസിക്, ഇറ്റ് ഇസ് മ്യൂസിക് ഇസ് മ്യൂസിക്. അതായത് കഥയ്ക്ക് തരുന്ന മാതിരി രചന, രചനയ്ക്ക് തരുന്ന മാതിരി പാട്ട്, ആ പാട്ടിന് തരുന്ന മാതിരി മ്യൂസിക്, മ്യൂസിക്കിൽ തരുന്ന മാതിരി പാടുകൾക്ക് യേശുദാസ്, TM സൗന്ദര്യൻ, PB ശ്രീനിവാസ്, ബാലു, സുശീല, വാണിജ്യറാം എല്ലാവരെയും ശരിയൊക്കെ അവർക്ക് തരുന്ന മാതിരി പാട്ടുകൾ വരുന്നത് കുറെ കൂടണം. മനസ്സിലായി? നമ്മളൊന്നും ഇതുവരെ ട്രെയിൻ സംതിങ് ഇനി നാളെ ഇരുന്ന് പാട്ട് ഇനി നന്നായി വരുന്ന ആശ. അതേമാതിരി സാർ വയലാർ രാമവർമ്മയുടെ മ്യൂസിക് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകനും ശരത്ചന്ദ്രവർമ്മയ്ക്ക് ഒരു പുതിയ അവർ പടം ചെയ്യുന്നുണ്ട്. വാലിബൻ ചുറ്റുമുള്ള ഉലകം ചുറ്റും വാലിബൻ ചുറ്റുമുല ഉലകം ഒരു പടം, അതിലൊരു 7 പാട്ടെടുത്തു. അത് തമിഴ്. പിന്നെ അത് ലിറിക്സ് വന്നിട്ട് വാലി കണ്ണദാസൻ, വാലി. മലയാളത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? മലയാളത്തിൽ ഇപ്പോൾ ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് ഇതായിട്ടില്ല. അതെ. അതുപോലെ അങ്ങ് ഫോക്ക് സംഗീതത്തിന്റെ ഈണങ്ങൾ, ഫോക്ക് സംഗീതം അതെ ഉപയോഗിക്കുന്നുണ്ടോ? ഫോക്ക് അല്ലാതെ ഈ ഊമൈപ്പെണ്ണല്ലോ എന്നുള്ള പാട്ട്, അതെ അതിലത് ഉപയോഗിച്ചിട്ടുണ്ടോ? അതേ കേട്ടോ, അതിൻ്റെ ഊമൈപ്പെണ്ണല്ലോ ഭയങ്കര പാട്ട് തന്നെയാണ്. എല്ലാവരും പാട്ട് അറിയാട്ടോ. തമിഴിന് ഇപ്പൊ കൂടുതൽ പഠിക്കും. ഇപ്പൊ സാറിനെ കാണാൻ പറ്റുന്ന കുറച്ച് 4 ദിവസമായിട്ടും പഠിക്കും. അത് ഊമൈപ്പെണ്ണെന്നുള്ള അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു മറാഠി പെണ്ണിന് ജമിനി സാവിത്രി. നമ്മൾ ജമിനി ഗണേശന സാവിത്രിക്ക് MGR ശിവാജിക്ക് പാട്ടിട്ടില്ല. ആ കഥയിൽ വരുന്ന പാത്രത്തിന്. അതേമാതിരി ഇന്നത്തെ അടിപൊളി പാട്ടുകൾ എന്ന് പറയുമല്ലോ, അതിന്റെ ഉത്ഭവം അടിപൊളി എന്ന് പറയുന്നത് എന്നടിയിലാക്കമ്മ ഇന്ന് പാടിയാലും ജനമേ. അത് എന്റെ കുട്ടനെ എഴുതി പെണ്ണായത്. എല്ലാ പാട്ടും അറിയാം, മലയാളത്തിൽ തമിഴിൽ എല്ലാം അറിയും. കണ്ടിട്ടുണ്ട്. പാടുമൊക്കെ ചെയ്യും. എനിക്ക് നാളെ എഴുതാൻ അങ്ങോട്ട് ചെയ്യണം ഉത്സാഹിക്കാൻ വേണ്ടി അവാർഡ് കിട്ടുള്ളൂ. എനിക്ക് തമിഴ് ഇഷ്ട സംഘവുമായുള്ളതാണ്. തമിഴ് ഇഷ്ട സംഘം ബന്ധം അത് ഞാൻ തമിഴ്, ഇംഗ്ലീഷ്, തെലുങ്ക്, മലയാളം ഇങ്ങനെയില്ല. ലാംഗ്വേജ് ഈസ് ലാംഗ്വേജ്. ആ ലാംഗ്വേജിന് എങ്ങനെ സ്വരങ്ങൾ കിട്ടണോ എനിക്ക് എല്ലാ സംഭവം വേണം, എല്ലാവരും വേണം, എല്ലാവരും ആവശ്യം. അതുമാതിരി ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കാം. പി സുശീല ഇസ് എ ഗ്രേറ്റ് സിംഗർ. അതുകൊണ്ട് ആദ്യം പാടാൻ വരുമ്പോൾ തമിഴ് ശുദ്ധമായി അറിയാണ്ടിരുന്നു. തമിഴ് പഠിച്ചു വരാൻ പറഞ്ഞു. തമിഴ് പഠിച്ചു വന്ന് കലക്കിയ ഞാൻ പാട്ടുണ്ട്. അതേമാതിരി PBS, ബാലു, വാണിജ്യറാം എല്ലാവരും മലയാളത്തിൽ ശ്യാം സാറിന്റെ അച്ഛൻ്റെ
എൻ്റെ അസിസ്റ്റന്റ് എനിക്ക് എല്ലാവരും ചീഫാണ്. അസിസ്റ്റന്റേ ഡയറക്ടർ. നോ അസിസ്റ്റന്റ്, ചീഫാണ്. മലയാളത്തിൽ ആദ്യം സാറിന് ഇവിടെ വരാനുള്ള അല്ല സാർ, അല്ല ആദ്യം ഗംഗാധരനല്ലേ സാർ? അല്ല, രണ്ട് പെൺകുട്ടികൾ ലില്ലി ജനോവ എന്ന് പറയുന്നത്. ജനോവ அந்த കറക്റ്റ്. ജനോവ. അപ്പോൾ இன்னொரு படம் ഉണ്ടായിരുന്നു, എഫ് നാഗൂറിന്റെ പടം. അതിനുള്ള ജയചന്ദ്രൻ, സുശീല, നീലകാല പാട്ട് ലില്ലിയാണ് രണ്ടാമത് ചെയ്തത് മലയാളം. അത് 1971 ലില്ലി അത് വിട്ടുപോയി. പിന്നെ പണിതിരാത്ത വീട്ടിൽ നിന്നുള്ള പാട്ടുകളും ജീവിക്കാൻ മറന്നുപോയി, വീണപോയി, ഇന്നത്തെ ഫംഗ്ഷന് വേണ്ടിയിട്ട്, ഇന്നത്തെ ഫംഗ്ഷൻ അതിന് വേണ്ടിയിട്ട് ഈ ബാംബെയിലൊക്കെ ജനങ്ങളൊക്കെ മരിച്ചുപോയി. അവരെ കുറിച്ച് ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, കൊടുക്കും. അതിന് ഞാൻ മ്യൂസിക് കൊടുത്തത്. ഇന്ന് പാടുന്നത് ഞാൻ ട്യൂൺ കൊടുത്തത്. അതൊക്കെ പാടും. പണം എന്നുള്ള പടമല്ലേ ആദ്യം? എനിക്ക് ആദ്യത്തെ പടം ആക്ച്വലാ നോക്കിയാൽ ജനവ. അതല്ല തമിഴിൽ ജനവത്തെ പടമുണ്ട്. പണം വന്നിട്ട് വിശ്വനാഥ് നാമൂർത്തി 1952. 51-52 പണമല്ല, കറുപ്പ് പണം. അല്ലല്ല, പണം. പണം കൊണ്ട് പണം. അത് ഫസ്റ്റ് പാട്ട്. അതല്ല, പണം. NSK. അതെ, ഇന്ത്യയെ തേടുകയും പണം. അതെ, ആ ഇന്ത്യയെ തേടുകയും. രാമൂർത്തി സാർ എന്റെ കൂടെ തന്നെ ഇപ്പോഴും അയാൾ സെപ്പറേറ്റായി ചെയ്ത് ഞാൻ സെപ്പറേറ്റായി ചെയ്ത് പ്രോഗ്രാം വരുമ്പോൾ ഒന്നിച്ചു വരും. ഇന്ത്യയിലെ പോലെ ശങ്കരകൃഷ്ണൻ പോലെ ഉള്ള ഒരു ഇന്ത്യയിലെ ശങ്കരകൃഷ്ണനുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഹിന്ദി നിറയെ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിൽ വന്നിട്ട് രാംഗീർ പഠിച്ചിട്ടുണ്ട്, മുഹമ്മദ് റബി പഠിച്ചിട്ടുണ്ട്, ചണ്ഡീഗഡ് എല്ലാം പഠിച്ചു. ബാലമുരളി കൃഷ്ണ. ഹിന്ദി വന്നിട്ടില്ല. ഹിന്ദി എത്ര പഠിച്ചത്? റൈറ്റപ്പിൽ വന്നില്ല. മുഹമ്മദ് റബി, കിഷോർ കുമാർ പാടിയിട്ടുണ്ട്, ഹേമന്ത് കുമാർ പാടിയിട്ടുണ്ട്, ലതാ മങ്കേഷ്കർ പാടിയിട്ടുണ്ട്, ജലത് മുഹമ്മദ് പാടിയിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും ബാലമുരളി കൃഷ്ണ എല്ലാവരും പാടിയിട്ടുണ്ട്. അവർക്ക് തകർമാരി പാട്ടില്ല. അത് തയ്യാറാക്കിയത്, ഇത് തയ്യാറാക്കിയത് അതില് ഹിന്ദി വന്നിട്ടില്ല. ഹിന്ദി പറഞ്ഞിട്ടില്ല. രണ്ട് പടമൊക്കെ ഉണ്ട്. അതിൽ ഹിന്ദി പറഞ്ഞിട്ടില്ല. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡവും പറഞ്ഞിട്ടില്ല. കന്നഡ ഉണ്ട് അല്ലേ? കന്നഡം എഴുതിയിട്ടില്ല. നെറ്റിങ് എഴുതി. തമിഴ്, തെലുങ്ക്, മലയാളം, എന്താ തമിഴ്, തെലുങ്ക്, മലയാളം. അല്ല, ഹിന്ദി, കന്നഡം. കർപ്പൂര ദീപത്തിൻ കാന്തി എന്ന പാട്ട് നിലവാരമുണ്ടോ? കണ്ടു ഞാൻ നിന്നെ സന്ധ്യ. ജയചന്ദ്രൻ പാടം ദിവ്യദർശനം. അതിലാണ് സ്വർണ്ണ ഗോപുരം നടന്നത്. 1973. ഈശ്വരൻ ഒരിക്കലും പോയി. അത് ഇത് ഈ കർപ്പൂര ദീപത്തിന് അത് ഭയങ്കര കമ്പോസിഷൻ. നമുക്ക് എന്നും അത് കേൾക്കൊണ്ടിരിക്കുന്നു. അതില് ബി വസന്ത എന്ന ഫീമെയിൽ. പക്ഷെ എന്താ അറിയോ, ആ കാലങ്ങളൊക്കെ എന്താ വെച്ചാൽ എല്ലാവർക്കും ശ്രദ്ധ ജാസ്തിയുണ്ട്, പൈസ ആരും ചോദിക്കില്ല, പൈസ ചോദിക്കില്ല. കാരണം പാട്ട് നന്നായി പാടിയാൽ നമുക്ക് പേര് വരും,
അന്ന് നമുക്ക് പാട്ട് നന്നാക്കണം, സിനിമ നന്നാവണം, അതൊരു ഇൻഡസ്ട്രി നന്നാവണം, ആ ഒരു ബോധത്തിലാണ് എല്ലാവരും. അതല്ലല്ലോ സൂപ്പർ സ്റ്റാർ നന്നാവണം. മലയാളത്തിൽ എനിക്ക് പണ്ടവരെ ഏഷ്യാനെറ്റ് പോയിരുന്നു, ജീവൻ ടി വി, എത്ര കീഴിൽ പോയിരുന്നു ഞാൻ ജഡ്ജായിട്ടാണ്. കുട്ടികളെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ പറയാൻ എൻ്റെ നഷ്ടപ്പെട്ടത് പൈസ കുട്ടി വിലക്ക് വന്നത്. ഇവർ പാടിയ ആ പ്ലാറ്റ് തരും, ഇവർ പാടിയ പണം തരും. ഈ പണത്തിന് വേണ്ടി അവരെന്ത് ചെയ്യണം? സംഗീതം പഠിക്കണം. ഞാൻ എൻ്റെ ചെറുപ്പുറത്തുള്ള നീലകണ്ഠൻ ഫാദറിന് എനിക്ക് അച്ഛനില്ല, മരിച്ചുപോയി. അപ്പോൾ എനിക്ക് പാട്ടിൽ വളരെ ശ്രദ്ധയായതുകൊണ്ട് ഞാൻ ഒരു സ്കൂളിൽ സ്കൂൾ പഠിക്കുന്ന സ്കൂളിൽ സംഗീതം പഠിക്കുന്ന ഒരു സ്കൂളുണ്ട് കണക്കുണ്ട്, നീലകണ്ഠൻ ഫാദർ. അവിടെ പോയി മുമ്പോട്ടിരിക്കും, ആ കുട്ടികൾക്ക് വേണ്ടി അതൊക്കെ വായിക്കൊടുക്കും. ഗുരുനാഥൻ പോയി പടം ഇങ്ങനെ കേട്ട് കേട്ട് പഠിച്ചാണ് സംഗീതം. സംഗീതം ഫൗണ്ടേഷൻ വളരെ അത് നമ്മുടെ ക്ലാസിക്കൽ മ്യൂസിക്, കർണാടക മ്യൂസിക്. ഞാൻ 13 വയസ്സിൽ കണ്ണൂർ കച്ചേരി കേട്ടിട്ടുണ്ട്. എൻ്റെ 13 വയസ്സിൽ ടൗൺ ഹാൾ. ആദ്യമായിട്ട് തിരുവനന്തപുരത്താണ് കച്ചേരി നടത്തിയത്. ടൗൺ ഹാൾ കണ്ണൂർ. കണ്ണൂരാണ് അദ്ദേഹം ചെയ്തത്. ഞാൻ 13-ാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് അരങ്ങേറ്റം നടത്തി. കണ്ണൂരാണ്. അതൊന്ന് തിരുത്താൻ പറയണേ. റിയാലിറ്റി ഷോകൾ അത്ര നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മനസ്സിലായില്ല. റിയാലിറ്റി ഷോകളിൽ റിയാലിറ്റി ജഡ്ജായിട്ട് പോയില്ലേ അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എൻകറേജ് അത് പറയാൻ വേണ്ടി പോയതല്ല, ഞാൻ കുട്ടികൾ നല്ലോണം പാടുന്നത് കേൾക്കാൻ വേണ്ടി പോയതാണ്. മ്യൂസിക് ഡയറക്ടർക്ക് പണം കൊടുത്ത് സിനിമയിൽ പാട്ട് പാടാൻ ചാൻസ് വാങ്ങിക്കുകയാണല്ലോ ഇപ്പോൾ. എല്ലാം കാശ് തന്നെ, പണം പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇൻട്രസ്റ്റ് ഉണ്ട്, നല്ല കുട്ടികളാണ്, നല്ല ശ്രുതിശുദ്ധം, താളമുണ്ട്, അക്ഷരങ്ങൾ നന്നായിട്ട്. ഒരു ചെക്കൻ എൻ്റെ പാട്ട് പാടി വാണിജ്യം പാടിയ പാട്ട് ചെറിയുന്ന ഒരു പടത്തിൽ പാടിക്കൊണ്ടേ ഒരു പാട്ട്, എന്ത് ഭംഗിയായ പാട്ടുകൾ. അങ്ങനെ അത് മുഹമ്മദ് പാടിയ പാട്ടൊന്നും പാടി. അതുപോലെ പാട്ടുകളൊക്കെ ഇവിടുത്തെ പലകളൊക്കെ കുട്ടികളൊക്കെ വളരെ നന്നായി പാടുന്നുണ്ട്. ശ്രുതിശുദ്ധം, താളം, അക്ഷരങ്ങൾ ഇതൊക്കെ നന്നായിട്ടുണ്ട്. അവരൊക്കെ ഈ അത് കോടിയുള്ള കലാകാരങ്ങൾ നമ്പർ 1 നമ്പർ 2 പോകുമ്പോൾ അവർ അതിൻ്റെ ഇൻട്രസ്റ്റ് ജാസ്തിയായി പോകും. തീർച്ചയായും. അതായത് കാണുന്നുണ്ടോ? പണം വന്നിട്ട് ആരും സമ്പാദിക്കണം, എപ്പോഴും സമ്പാദിക്കണം. പണം നമ്മൾ കൊണ്ടുപോകാൻ സാധിക്കില്ല. നമ്മുടെ ചെയ്ത തൊഴിലിൻ്റെ മഹിമ, അതായത് നമ്മൾ ചെയ്യുന്നത് സംഗീതത്തിലൂടെ സേവ എന്താ പറയാം. എനിക്കെല്ലാം ഞാൻ ഇതുവരെയ്ക്കും ഒരു പടത്തിൽ നിന്നും ഒരു പ്രൊഡ്യൂസറിൽ കൂടിയിട്ട് ഇത്ര പണം വേണമെന്നാലേ ഞാൻ പറഞ്ഞിട്ടേയില്ല. പടം നന്നായി പോയതിനു ശേഷം കുടിച്ചു തരും. വിശ്വനാഥാദി കൊണ്ട് നല്ല പണിയൊക്കെ മ്യൂസിക് പത്തേവരെ തിരിച്ചു പോകും. ഇങ്ങനെ ആ കാലത്ത് പൈസയ്ക്ക് വേണ്ടിയില്ല, പാട്ട് നന്നായിരണം. അതായത് മരിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന ജീവനോടുള്ള പാട്ടുകൾ, മാട്ടം താൻ ഇമ്മാട്ടം മേഡീസ്, ഇവർക്കും വരുന്നത് ഇറവാ പാടലുകൾ. ഇതെല്ലാം മനുഷ്യൻ പറയാം. പാട്ടിന് മരണമില്ല. ഏത് സമയത്ത് എപ്പോഴും നോക്കിയാലും ആ പാട്ടിനുള്ള ശക്തി എന്താണെന്ന് വെച്ചാൽ അതിന് ഓരോ പാട്ടും മലയാളമല്ല, തമിഴല്ല, തെലുങ്കല്ല, ഹിന്ദിയല്ല, ഏത് പാട്ടിനും അന്ന് ഒരു ചെക്കൻ മുഹമ്മദ് റബി മാറി പാടി. അങ്ങനെ അർത്ഥമില്ല. അത്ര നല്ല കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ നന്നായിരുന്ന ആശയുണ്ട്. അവരൊക്കെ നന്നായി നന്നായി ചെയ്യണം. അതാണ് എൻ്റെ ആശ. താങ്ക് യു സർ. ഇല്ല കൊടുക്കാൻ 10